പണ്ടത്തെ റിലേഷൻഷിപ്സിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ പേരൻറ്റിങ് ഉണ്ട്. ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ അവനൊരു തല്ലിപ്പുള്ളിയാണ് മോളെ, നീ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറയും. ലൈക്ക് ഞങ്ങളുടെ കൊച്ചിനെ അങ്ങോട്ട് തരികയാണ്, അടുത്ത പേരൻറ്റ് നീയാണ്. സോ ദാറ്റ് പേരൻറ്റിങ് വാസ് ദെയർ. അന്ന് എല്ലാവരും തിങ്ക് ചെയ്തിരുന്നതാണ് മാരേജ് ഈസ് ഓൾ അബൌട്ട് പേരൻറ്റിങ് എന്നുള്ളത്. ഇന്നത്തെ പാർട്ട്നേഴ്സ് അങ്ങനെയല്ല നോക്കുന്നത്. നോബഡി വാണ്ട്സ് പേരൻസ് അല്ലെങ്കിൽ നോബഡി വാണ്ട്സ് ചിൽഡ്രൻ. ഇന്നത്തെ പാർട്ട്നേഴ്സ് നോക്കുന്നത് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വേണം, എൻ്റെ പാർട്ട്ണർ എൻ്റെ നല്ല സെക്ഷൽ പാർട്ട്ണർ ആയിരിക്കണം, എൻ്റെ ഫാമിലി തെറാപ്പിസ്റ്റ് ആയിരിക്കണം, എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആയിരിക്കണം, എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം എന്നെ ഞാനായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസും തരുന്ന ആളായിരിക്കണം. ഈ ബോക്സസ് എല്ലാം ടിക്ക് ചെയ്യണം ഫോർ യു ടു സ്റ്റേ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് മീ. ഇതിൽ 3 ടിക്കായിട്ട് 2 ടിക്കായില്ലെങ്കിലും ഐ സ്റ്റാർട്ട് ടു ഫീൽ സംതിങ് ഇസ് റോങ്. അപ്പം അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിൻ്റെ തീം തന്നെ മാറി. അതുകൊണ്ടാണ് മോസ്റ്റ് റിലേഷൻഷിപ്പ് ഫെയിൽ ആവുന്നത്. അബ്സല്യൂട്ട്ലി. ഇന്നത്തെ റിലേഷൻഷിപ്പിൽ നിൽക്കുകയെന്ന് വെച്ചാൽ, പണ്ടെന്ന് വെച്ചാൽ നിന്നാൽ മതി, സൊസൈറ്റി നമ്മളെ പിടിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു. ഇന്നങ്ങനെയല്ല, ഇറ്റ് ഈസ് പേഴ്സണൽ ചോയ്സ്. ഇഫ് എനിക്ക് ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ് ഇന്നത്തെ കാലത്ത് ആരോട് ചോദിച്ചാലും പറയും എനിക്ക് സ്പേസ് തരുന്ന ഒരാളാണ്, എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറാണ്, പാർട്ട്ണർ ഹൂ എൻജോയ് സെക്സ് വിത്ത് മീ. ഇതെല്ലാം ദർ ആർ സോ മെനി ബോക്സസ് ടു ബി ടിക്ക്ഡ് ഇൻ മോഡേൺ റിലേഷൻഷിപ്പ്. എന്നാൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒറ്റ ഇമോഷനാണ്, ലവ്. ഇഫ് ലവ് ബ്രേക്സ്, എവറിത്തിങ് ബ്രേക്സ്.